മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി കനക്കുകയാണ്. കഴിഞ്ഞ മാസം വലിയ നയതന്ത്ര ഇടപെടലുകൾക്ക് പിന്നാലെ നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയാണ്. തുടർച്ചയായ 9ാം ദിവസം രാത്രിയും അമേരിക്ക ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ പുതിയ സംഘർഷത്തിന് വഴിവെച്ചത്. ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം, നിർമ്മാണത്തിലിരുന്ന ഒരു ആണവ വൈദ്യുത നിലയവും ഈ ആക്രമണത്തെ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഇറാന്റെ ആരോപണം. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. തെക്കുപടിഞ്ഞാറൻ ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ഡാർഖോവിൽ ആണവ വൈദ്യുത നിലയമാണ് അമേരിക്കയുടെ പുതിയ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത്. അതായത് ഈ പ്ലാന്റ് ഇപ്പോഴും നിർമ്മാണ ഘട്ടത്തിലായിരുന്നുവെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ആണവോർജ്ജ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടന വ്യക്തമാക്കുന്നത്. ഒരു സൈനിക കേന്ദ്രമല്ലാത്ത ഭാവിയിൽ വൈദ്യുതി ഉൽപാദനത്തിനായി നിർമ്മിച്ചുകൊണ്ടിരുന്ന പദ്ധതിക്കെതിരെയാണ് ആക്രമണമെന്ന ആരോപണം ഉയർന്നതോടെയാണ് സംഭവം അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായി മാറിയത്. ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഹാസിം ഗാരിബാദ് അമേരിക്കയുടെ നടപടിയെ അതിശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. അതായത് ഡാർഖോവിന്റെ പ്ലാന്റിനെതിരായ ആക്രമണം ഇറാന്റെ സമാധാനപരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള അപകടകരമായ നീക്കമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മേഖലയിലെ അസ്ഥിരതയും സുരക്ഷാ പ്രതിസന്ധിയും കൂടുതൽ വഷളാക്കുമെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. ദേശീയ സുരക്ഷയും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് വെറും നയതന്ത്ര പ്രസ്താവനയല്ല, മറിച്ച് കഴിഞ്ഞ മാസങ്ങളിലുടനീളം ഇറാൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആണവ പദ്ധതികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അവഗണിക്കില്ല എന്നതാണ്. അതിനാൽ തന്നെ ഇത്തവണത്തെ പ്രതികരണം മുൻകാലങ്ങളെക്കാൾ ശക്തമാക്കിയിരിക്കാമെന്നാണ് വിലയിരുത്തൽ.